നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിൽ ജീവിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ സാമ്പത്തിക വിവരങ്ങളാണ് ഈ എക്സ്ക്ലൂസീവിലൂടെ വിശദീകരിക്കുന്നത്. വിദേശത്തെ ബാങ്ക് അക്കൗണ്ടുകൾ ഇനി രഹസ്യമല്ല. ജർമ്മൻ ഫിനാൻസ് ഓഫീസ് വിവരങ്ങൾ ശേഖരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകളോ ഷെയർ ട്രേഡിംഗ് ഡെപ്പോസിറ്റുകളോ ക്രിപ്റ്റോ അല്ലെങ്കിൽ ബ്രോക്കർ അക്കൗണ്ടുകളോ ഉള്ള ആളാണോ നിങ്ങൾ എങ്കിൽ ജർമ്മൻ ഫിനാൻസ് ഓഫീസുകളുടെ പുതിയ നീക്കങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ, അതിന്റെ വിവരങ്ങൾ, അക്കൗണ്ട് ബാലൻസ്, ലഭിച്ച പലിശ, ഡിവിഡന്റുകൾ എന്നിവയെല്ലാം ജർമ്മൻ ടാക്സ് അധികൃതരുടെ കൈകളിലേക്ക് അതിവേഗം കൈമാറപ്പെടുകയാണ്. വിദേശത്ത് പണം സൂക്ഷിച്ചാൽ ജർമ്മനിയിൽ നികുതി വെട്ടിക്കാമെന്ന ചിന്ത ഇനി നടപ്പില്ലെന്ന് വ്യക്തമാക്കുകയാണ് സാമ്പത്തിക വിദഗ്ധർ. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? വിശദമായി പരിശോധിക്കുകയാണ് ഇവിടെ. സെപ്റ്റംബർ മാസത്തോടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് അതിർത്തികൾ കടന്ന് ജർമ്മൻ ഫിനാൻസ് അധികൃതരുടെ പക്കലേക്ക് എത്തുന്നത്. ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, അതായത് AEOI, അതായത് കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന അന്താരാഷ്ട്ര കരാർ വഴിയാണ് ഈ വിവരശേഖരണം നടത്തുന്നത്. ഇതനുസരിച്ച് വിദേശത്തുള്ള ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തങ്ങളുടെ ഉപഭോക്താക്കളുടെ സാമ്പത്തിക വിവരങ്ങൾ അതാത് രാജ്യത്തെ ടാക്സ് അതോറിറ്റിക്ക് നൽകുകയും അവർ അത് ജർമ്മൻ ഫെഡറൽ ടാക്സ് ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്യും. എന്തൊക്കെ വിവരങ്ങളാണ് ഫിനാൻസ് ഓഫീസിലേക്ക് എത്തുന്നത്? നിങ്ങൾ വിചാരിക്കും കേവലം അക്കൗണ്ട് നമ്പർ മാത്രമാണ് ലഭിക്കുന്നതെന്ന്. എന്നാൽ അതല്ല സത്യം. നിങ്ങളുടെ മുഴുവൻ പേരും മേൽവിലാസവും ജർമ്മൻ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതായത് സ്റ്റോയർ ID, നിങ്ങളുടെ ജനന തീയതിയും ജനിച്ച സ്ഥലവും, വിദേശത്തുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് നമ്പർ, വർഷാവസാനമുള്ള നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ്, ആ വർഷം അക്കൗണ്ടിലേക്ക് എത്തിയ പലിശ, ഡിവിഡന്റ്, ഓഹരി വിൽപ്പനയിലൂടെ ലഭിച്ച ലാഭം, അതായത് ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങിയവ. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രം ജർമ്മൻ അധികാരികൾക്ക് ഇതിനോടകം ലഭിക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ മറ്റൊരു ചോദ്യം ഉയരുന്നത് സ്വിസ് ബാങ്കുകളും ട്രേഡിംഗ് ആപ്പുകളും ഇനി സേഫ് അല്ലേ എന്നാണ്. ഒരു കാലത്ത് സ്വിറ്റ്സർലൻഡിലോ മറ്റു കരീബിയൻ ദ്വീപുകളിലോ പണം നിക്ഷേപിച്ചാൽ വിവരങ്ങൾ രഹസ്യമായിരിക്കും എന്നൊരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ലക്സംബർഗ്, UK, സിംഗപ്പൂർ, ഇന്ത്യ തുടങ്ങി 100-ലധികം രാജ്യങ്ങൾ ഈ അന്താരാഷ്ട്ര കരാറിന്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ട്രേഡ് റിപ്പബ്ലിക്, ഇറ്റാറോ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര ഓൺലൈൻ ബ്രോക്കറേജുകൾ, ആപ്പുകൾ വഴി ഓഹരികളിലും ബിറ്റ്കോയിനിലും നിക്ഷേപിക്കുന്നവരുടെ വിവരങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇതിൽ നിന്നും മുക്തി നേടാൻ ആവില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഫിനാൻസ് ഓഫീസ് എപ്പോഴാണ് നടപടി എടുക്കുന്നത്? നിങ്ങൾ ജർമ്മനിയിൽ ടാക്സ് റിട്ടേൺ, അതായത് ഐൻകോമൻ സ്റ്റോയർക്ലെയറും സമർപ്പിക്കുമ്പോൾ വിദേശത്തുള്ള വരുമാനമോ അക്കൗണ്ട് വിവരങ്ങളോ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻസ് ഓഫീസിലെ സോഫ്റ്റ്വെയറുകൾ അത് പെട്ടെന്ന് തിരിച്ചറിയും. ഉദാഹരണത്തിന്, വിദേശ അക്കൗണ്ടിൽ നിന്ന് വലിയ തുകയുടെ പലിശയോ ലാഭമോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലെ ടാക്സ് റിട്ടേണിൽ അത് ഔസ്ലൻഡിഷെ ഐൻകുൻഫ്റ്റ്, അതായത് വിദേശ വരുമാനം ആയി കാണിച്ചിട്ടില്ലെങ്കിൽ സിസ്റ്റം റെഡ് ഫ്ലാഗ് ചെയ്യും. തുടർന്ന് ഫിനാൻസ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വിശദീകരണം ചോദിച്ച് കത്ത് വരാൻ സാധ്യതയേറെയാണ്. ഇതിന് തൃപ്തികരമായ മറുപടി നൽകാൻ സാധിച്ചില്ലെങ്കിൽ വലിയ തുക പിഴയായും, വലിയ തുകയാണെങ്കിൽ നികുതി വെട്ടിപ്പിന്, അതായത് സ്റ്റോയർ ഹിൻഡർ സിയും എന്ന രീതിയിൽ കേസെടുക്കാനും സാധ്യതയുണ്ട്. ഇനി പ്രവാസി മലയാളികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ജർമ്മനിയിൽ ജീവിക്കുന്ന പ്രവാസികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടാക്സ് റെസിഡൻസി. നിങ്ങൾ വർഷത്തിൽ 183 ദിവസത്തിൽ കൂടുതൽ ജർമ്മനിയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ലോകത്തെമ്പാടുമുള്ള വരുമാനത്തിന്, അതായത് അൺലിമിറ്റഡ് ടാക്സ് ലയബിലിറ്റി, ജർമ്മനിയിൽ നികുതി വ്യവസ്ഥകൾക്ക് ബാധകമാണ്. അതുകൊണ്ട് തന്നെ വിദേശ വരുമാനം കാണിച്ചിരിക്കണം. ഇന്ത്യയിലോ മറ്റ് രാജ്യങ്ങളിലോ ഉള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പലിശയും ലാഭവും ജർമ്മൻ ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ വ്യക്തമാക്കുകയാണ് ഇതിലൂടെ ചെയ്യേണ്ടത്. ഇനി സ്വയം തിരുത്തലുണ്ട്. മുൻ വർഷങ്ങളിൽ നിങ്ങൾ അബദ്ധവശാൽ വിദേശ വരുമാനം കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ടാക്സ് അഡ്വൈസറുടെ, അതായത് സ്റ്റോയർ ബെറാറ്ററുടെ സഹായത്തോടെ സ്വയം വിവരങ്ങൾ വെളിപ്പെടുത്തി പിഴകളിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും ഒഴിവാകാൻ സാധിക്കും. ഡിജിറ്റൽ ലോകത്ത് ധനകാര്യ വിവരങ്ങൾ ഒളിച്ചു വയ്ക്കുക എന്നത് ഇനി അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ പ്രവാസികൾ സ്വയം സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യതയും സുതാര്യതയും പുലർത്തുന്നത് ഭാവിയിലെ വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും നിയമപ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കിയാൽ, നാട്ടിലോ മറ്റു വിദേശ രാജ്യങ്ങളിലോ ബാങ്ക് അക്കൗണ്ടുകൾ, NRE അല്ലെങ്കിൽ NRO ഡിപ്പോസിറ്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ട്രേഡിംഗ് അക്കൗണ്ടുകൾ എന്നിവയുള്ള ആളുകളെയാണ് ഇത് ബാധിക്കുന്നത്. ഇന്ത്യയിലെ SBI അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക്
ബാങ്ക്, HDFC തുടങ്ങിയ പ്രധാന ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ അല്ലെങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജർമ്മനിയിലെ നികുതിദായകനാണോ, അതായത് ടാക്സ് റെസിഡന്റ് ആണോ എന്ന ചോദ്യവും ജർമ്മൻ സ്റ്റോയർ ഐഡിയും നൽകാറില്ലേ? ഈ വിവരങ്ങൾ വെച്ചാണ് ഇന്ത്യൻ ബാങ്കുകൾ നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ജർമ്മൻ ഫെഡറൽ ടാക്സ് ഓഫീസിലേക്ക് കൈമാറുന്നത്. ജർമ്മനിയിലെ മലയാളി പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് NRE അല്ലെങ്കിൽ NRO അക്കൗണ്ടുകളിലെ പലിശ അതിന് ഇന്ത്യയിൽ നികുതിയില്ല. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ 183 ദിവസത്തിൽ കൂടുതൽ ജർമ്മനിയിൽ ജീവിക്കുന്നയാളാണെങ്കിൽ ഇത് ആഗോള വരുമാനമായി, ഗ്ലോബൽ ഇൻകമായി കണക്കാക്കി ജർമ്മനിയിൽ ഇതിന്റെ നികുതി നിയമങ്ങൾക്ക് ബാധകമായി നികുതി നൽകേണ്ടി വരും. അതാണ് ജർമ്മൻ ടാക്സ് റിട്ടേണിൽ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വസ്തുവിൽപ്പനയും മൂലധനവും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും അതും കാണിക്കേണ്ടതുണ്ട്. നാട്ടിലെ വസ്തുവോ വീടോ വിറ്റ് ആ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ തുകയുടെ ട്രാൻസാക്ഷനുകൾ ഫിനാൻസ് ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടാം. ഇതിലൂടെ ലഭിച്ച ലാഭത്തിന്, അതായത് ക്യാപിറ്റൽ ഗെയിൻസ്, നികുതി കണക്കാക്കുമ്പോൾ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്, അതായത് DTA എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കുകയും വേണം. ഈ വിവരങ്ങളൊക്കെ മറച്ചു വെക്കുകയാണെങ്കിൽ ഭാവിയിൽ വലിയ തുകയാണ് പിഴയായി നൽകേണ്ടി വരിക. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നാട്ടിലേക്ക് അയക്കുന്നതിന് ടാക്സ് ഇല്ല. എന്നാൽ നാട്ടിൽ നിന്ന് വലിയ തുക ജർമ്മനിയിലേക്ക് തിരികെ മാറ്റുമ്പോഴോ ജർമ്മനിയിൽ വെച്ച് ബാങ്ക് ചോദ്യം ചെയ്യുമ്പോഴോ ആ പണത്തിന്റെ ഉറവിടം, സോഴ്സ് ഓഫ് ഫണ്ട്സ് തെളിയിക്കാൻ കൃത്യമായ രേഖകൾ ആവശ്യമാണ് താനും. ഇത് നൽകിയില്ല എങ്കിൽ പണി കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ടാക്സ് റെസിഡൻസി വ്യക്തമാക്കിയിരിക്കണം. നാട്ടിലെ ബാങ്കുകളിൽ നിങ്ങളുടെ വിലാസവും ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രവാസി, NRE അല്ലെങ്കിൽ NRO പദവി കൃത്യമായി നൽകുകയും വേണം. ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ, അതായത് ജർമ്മനിയിൽ വർഷം തോറും സമർപ്പിക്കുന്ന ലോൺ സ്റ്റോയർ ബെഷൈനിയും അഥവാ ടാക്സ് റിട്ടേണിൽ വിദേശ വരുമാനം കാണിക്കാൻ വിട്ടുപോകരുത്. ജർമ്മനിയിൽ ഒരു നിശ്ചയ തുക വരെയുള്ള പലിശ വരുമാനത്തിന് നികുതി ഇളവുകൾ ഉണ്ടെന്നുകൂടി ഓർക്കുക. ഇവിടെ എല്ലുമുറിയെ പണി ചെയ്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ സമ്പാദിക്കുന്ന തുകയ്ക്ക് നിയമക്കുരുക്കളിലോ പിഴകളിലോ പെടാതിരിക്കാൻ ഇത്തരം സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായ ജാഗ്രത പുലർത്തുകയും വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ പ്രശ്നങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. ധനനഷ്ടവും മാനഹാനിയും ഒക്കെ സംഭവിക്കാം. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ ശ്രദ്ധിക്കുക, ജാഗ്രത പുലർത്തുക. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ തിരുവോണ ആൽബം ശ്രാവണ പുലരി നിങ്ങൾ ഇതുവരെ കേട്ടില്ല എങ്കിൽ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഫോളോ ചെയ്യുക. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.